നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും ടൂറിസം സംരംഭകരുടെയും സംയുക്ത സംരംഭമായ നാംറ്റോ നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ട്രാവൽ ബസാർ സംഘടിപ്പിക്കുന്നു. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി നവംബർ 23 ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ചേംബർ പ്രസിഡന്റ് TK രമേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലുടനീളമുള്ള 200ഓളം ടൂർ ഓപ്പറേറ്റർമാരും ഉത്തര മലബാറിലെ 80ഓളം ടൂറിസം സംരംഭകരും പരിപാടിയിൽ പങ്കെടുക്കും. ഇന്ത്യയിലുടനീളമുള്ള ടൂർ ഓപ്പറേറ്റർമാരും ഉത്തര മലബാറിലെ ടൂറിസം സംരംഭകരും സേവനദാതാക്കളും പരസ്പരം സംവദിക്കാനുള്ള അവസരമാണ് B2B മീറ്റിംഗിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് രമേഷ് കുമാർ പറഞ്ഞു. 23 ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായി പ്രവേശനം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 6 മണിക്ക് കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ ഒരുക്കുന്ന കലാ സാംസ്കാരിക പരിപാടിയിൽ കോൽക്കളി, ദഫ്മുട്ട്, പൂരക്കളി, തിരുവാതിര, മോഹിനിയാട്ടം, തെയ്യം അവതരണം എന്നിവയും നടക്കും. 24-ന് പൊതുജനങ്ങൾക്ക് സൗജന്യമായി ട്രാവൽ ബസാറിലെ സ്റ്റാളുകൾ സന്ദർശിക്കാൻ അവസരമുണ്ട്. ഒരു കുതിപ്പ് തന്നെ ഉണ്ടായി എന്ന് പറയാം. അതാണ് ഞാൻ കിട്ടിയ വിവരങ്ങൾ. അതിൽ നിന്ന് ഭാഗമായി ഈ വർഷത്തെ NMTB നോർത്ത് മലബാർ ടൂറിസം ബസാർ ആണ് ഈ വരുന്ന നവംബർ 23-24 തീയതി ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത്. ഏകദേശം 200ഓളം ടൂർ ഓപ്പറേറ്റർമാർ കേരളത്തിന് വെളിയിൽ നിന്ന് പ്രോഗ്രാമിന് പങ്കെടുക്കുന്നുണ്ട്. 80ഓളം സ്റ്റാളുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോർത്ത് മലബാറിലെ ടൂറിസം വികസനം അതാണ് അത്യന്തികമായ നമ്മൾ തീരുമാനത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ടൂറിസം രംഗത്തുള്ള വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ബീയിങ് എ ഗോഡ്സ് ഓൺ കൺട്രി, അത് കേരളം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി മുതൽ തിരുവനന്തപുരം മാത്രമേ ടൂറിസത്തിന് വികസന മേഖലയിലുള്ളൂ. നോർത്ത് മലബാർ ടോട്ടലി നെഗ്ലക്റ്റഡ് ആണ്. സെക്രട്ടറി C. അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് TV. മധുകുമാർ, ജോയിന്റ് സെക്രട്ടറി P. മുകുന്ദൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.